ഹായ് ഇതുണ്ടല്ലോ നമ്മളെ ചെറിയ റിപ്പയറിങ് പരിപാടി ഇല്ലാന്നേ. ഇത് നമ്മൾ റിപ്പയർ ചെയ്യുന്ന ആൾ ലീവാണ്. നമ്മളെ റിപ്പയർ ചെയ്യുന്ന സാധാരണ നമ്മൾ സുജേഷാണ് റിപ്പയർ ചെയ്യൽ. അപ്പോൾ ലീവാണ്. അപ്പോൾ നമ്മളിവിടെ റിപ്പയറിങ് ഫ്രീ ആണെന്നല്ലോ. അതുകൊണ്ട് വെച്ചാൽ ഡെയിലി ഉണ്ടല്ലോ എന്തായാലും ഒരു 5-10 ആൾക്കാർ ഉണ്ടാവും റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് കുറേ കഴിഞ്ഞ് ഇപ്പോൾ സമയം 11:30 ആയിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരം വരെ ഇങ്ങനെ കുറച്ച് പണിയുണ്ടേ. അപ്പം മറ്റൊന്നില്ലാത്തതുകൊണ്ട് 8ൻ്റെ പണി എനിക്ക് കിട്ടിയിട്ടാണുള്ള. അപ്പോൾ ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇതിപ്പോൾ ചെയിനൊന്ന് പൊട്ടിയിട്ടുള്ള കേസാണ്. അതുപോലെ വള പൊട്ടിയിട്ടുണ്ട്, ഇത് ജോയിൻ്റ് ആക്കണം. പിന്നെ അലിക്കത്ത് ഒക്കെ പൊട്ടിയിട്ടാണുള്ള, അത് ജോയിൻ്റ് ആക്കണം. പിന്നെ ഒരു മോതിരമുണ്ട് ഒട്ടിച്ചുളുങ്ങിയിട്ടേ ഇത്. അപ്പോൾ ഇതുമല്ല ലെവലാക്കണം. മോതിരം നമ്മൾ ഇതിൻ്റെ അകത്താണ് ലെവലാക്കില്ല. ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തന്നെ. മോതിരം വലുതാക്കുന്നതും ചെറുതാക്കുന്നല്ലോ. ഇതിന് ബാക്ക് സൈഡ് ഏതാണ്ട് ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. ഫ്രണ്ട് ഭാഗമെല്ലാം എല്ലാ ഷോപ്പിൻ്റെ മനോഹരമാണെങ്കിലും ബാക്ക് സൈഡിൽ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല. ഒന്ന് പെയിൻറ്റിൽ അടിച്ചൊന്ന് കുട്ടപ്പനാക്കണം. മുമ്പേ ഉള്ളത് എങ്ങനെയാണെന്ന് അതുപോലെ തന്നെ ഇട്ടില്ലേ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഈ വീഡിയോ കാണുന്ന ജ്വല്ലറിക്കാരുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ മുതലാളിമാർ എല്ലാ പണിയും പഠിച്ചിരിക്കണം. ഞാൻ ഏതാണ്ട് ചെറുതിലേ സ്വർണ്ണപ്പണി പഠിച്ചിനെ. ആദ്യം സ്വർണ്ണപ്പണിയാണ് പഠിച്ചത്. നമ്മൾ ഈ ഒരു ഫീൽഡിൽ തന്നെ ആളായതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും നോക്കിയിട്ടില്ല. 10ാം ക്ലാസ് കഴിഞ്ഞോട് വേഗം ഇതിലേക്ക് വന്ന്. പിന്നെ പഠിപ്പിലെന്ന് വെച്ചാൽ നന്നാ മിസ്റ്റേക്കാണ്. പഠിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്, ആവേശമുണ്ട്. പിന്നെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും ഒന്നും തലേ കയറാത്തതുകൊണ്ട് 10ാം ക്ലാസ് അങ്ങ് പൂട്ടി. കാരണം ആ ഫീൽഡിൽ പോയിട്ട് കാര്യമില്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായേ. പിന്നെ നേരെ സ്വർണ്ണപ്പണിയാണ് പഠിച്ചത്. പിന്നെ സ്വർണ്ണപ്പണി പഠിച്ച് പിന്നെ നേരെ ചെറിയൊരു ജ്വല്ലറി ആക്കി, പിന്നെ ഹോൾസെയിലാക്കി, പിന്നെ വെറും ജ്വല്ലറി മാത്രമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും പഴയ അടവ് പഠിച്ചുകൊണ്ട് ഇപ്പം നമ്മളെ കസ്റ്റമർക്കെല്ലാം ഇതുപോലെ റിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളത് വലിയ കാര്യമാണ് കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന എല്ലാ ജ്വല്ലറിക്കാരുണ്ടല്ലോ, ഇതെല്ലാം ഒന്ന് പഠിച്ചു വെക്കുക. ഈ ഹോട്ടൽ നടത്തുന്നുണ്ടെങ്കിൽ ഹോട്ടലിൻ്റെ എല്ലാ പണിയും പഠിച്ചു വെക്കണം എന്ന് പറഞ്ഞാൽ ജ്വല്ലറി നടത്തുമ്പോൾ ഏറ്റവും പ്രധാനം നിങ്ങൾ റിപ്പയർ കാര്യം. പണിക്കാർ ലീവാണെങ്കിൽ നമ്മൾ കസ്റ്റമറെ പറഞ്ഞു വിടാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഒന്നുമില്ല എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ. ജ്വല്ലറി നടത്തുന്നവരെ ഇത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കൊരു തൃപ്തിയാണ്. നമ്മൾ ഈ റിപ്പയർ ചെയ്യുമ്പോഴും ചൂടാക്കുമ്പോഴും നല്ല കറക്റ്റായിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമാണ്. ഒരു തരി സ്വർണ്ണം നമ്മൾ ഇതിനകത്ത് മുറിച്ചതായാലും മാറിപ്പോകാൻ പാടില്ല. ഇപ്പോൾ ചില ചെയിനിൽ മുറിച്ച് കഴിഞ്ഞാൽ കട്ട് പീസൊക്കെ ഉണ്ട് കണ്ട, ഡാമേജായ കട്ട് പീസാണ്. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ചെയ്യുമ്പോൾ ഒരു സംതൃപ്തി. കാരണം എന്താ, നമ്മളത്രയും സൂക്ഷിച്ച് ചെയ്യും. കാരണം വേറൊന്നുമില്ല, ഇത് ചിലപ്പോൾ ഞാൻ പറയില്ല, ഇത് കട്ട് ചെയ്യുമ്പോൾ തെറിച്ച് പോയി കഴിഞ്ഞാൽ മറ്റുള്ളതായി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് നഷ്ടം വരും. അപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ അത്രയും ശ്രദ്ധിച്ചിട്ട് ഒരു തരി പുറത്ത് പോകാത്ത ലെവലിൽ അങ്ങനെ ശ്രദ്ധിച്ച് ചെയ്യും. അപ്പോൾ അത് നമുക്കൊരു തൃപ്തിയാണ്. കാരണം ഇത് ഇതിപ്പോൾ മുറിക്കുമ്പോൾ ടക്കെന്ന് മുറിച്ച് തെറിച്ചാൽ പിന്നെ ഇത് കാണൂല. അപ്പോൾ മിക്ക കേസും ഞാൻ തന്നെയാണ് ചെയ്യലേ. അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക, നമ്മൾ ഈ പണി പഠിച്ചത് കൊണ്ടും പിന്നെ ശ്രദ്ധിച്ച് ചെയ്യുന്നതുകൊണ്ടും ഇതുവരെ അങ്ങനെ തെറിച്ചുപോയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാം നമ്മളെ കസ്റ്റമർക്ക് വളരെ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതുപോലെ എനിക്കൊന്ന് മിക്ക ജ്വല്ലറിയിൽ ചെയ്യുന്നുണ്ട്. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് ജ്വല്ലറിയിൽ ഇതുപോലെ ഫ്രീ ആയിട്ട് തന്നെ റിപ്പയർ കാരണം ചെയ്തു കൊടുക്കുന്നുണ്ട്. ഒന്നുമില്ല, ഇപ്പോൾ നമ്മൾക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എന്താ പറയുക, അവർക്ക് ഒരു കംപ്ലൈൻറ്റ് വരുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കുക നമ്മളെ കടമയാണല്ലോ. അപ്പോൾ അത് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമായിട്ട് തോന്നിയിട്ട് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഒരുപാട് ജ്വല്ലറിക്കാർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെക്കൊണ്ട് ആരും ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞില്ല. കംപ്ലൈൻറ്റ് വേണ്ട നമ്മളെ പണിക്കാരാണ്. നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് പണിക്കാരുണ്ടെങ്കിൽ ഒരു സ്വർണ്ണപ്പണിക്കാണെങ്കിൽ അവർ ഇതുവരെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ഇനി അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറയലാണെങ്കിൽ നമ്മൾ ഈ ഫ്രീ എന്നുള്ളത് നിർത്തിയല്ലേ പറ്റൂ. പക്ഷേ ആ ഒരു സംഭവം ആരും പറഞ്ഞിട്ടില്ല. ഇതാണ് കേട്ടോ ജോയിൻ്റ് ആക്കുന്ന ഈ ഒരു സാധനം കണ്ടാ. ഇതിലെ ആ നേരിയ സ്വർണ്ണത്തിൻ്റെ പൊടിയാന്ന് എടുത്ത് വെക്കുക. അതെന്ന് വെച്ചാൽ ചെറിയ തൂക്കേ ഉള്ളൂ. ഒരു പൊടി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് എത്രയേ പറയാം, ജസ്റ്റ് ഒരു തൂക്കേ വരുള്ളൂ. അങ്ങനെ വലിയ തൂക്കമൊന്നും വരൂലേ. അപ്പോൾ നമുക്കതിൽ വലിയ നഷ്ടമൊന്നുമില്ല. പക്ഷേ ഡെയിലി ഒരു 5-8 എണ്ണം ചെയ്യുമ്പോൾ കുറച്ച് സ്വർണ്ണം പോകുന്നുള്ളത് വാസ്തവമാണ്. പിന്നെ സർവീസിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ വെറും ലാഭം മാത്രം എന്നുള്ളത് വേണ്ടല്ല. കുറച്ച് നമ്മൾ കസ്റ്റമേഴ്സിന് വേണ്ടിയും ചെയ്യാന്നുള്ള ആ ഒരു തിയറി ഉണ്ടല്ലോ. അല്ല, ബിസിനസ്സിൽ ഏത് കച്ചവടത്തിലായാലും അങ്ങനെ വേണം. നമ്മൾ കച്ചവടത്തിൽ ലാഭം മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് നോക്കണം. നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ എന്താ പറയുക, കുറച്ച് കാര്യങ്ങൾ കസ്റ്റമർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എന്താ പറയുക, നമ്മളെ ബിസിനസ്സിന് ഗുണം ചെയ്യും. ഒരു കോള് വന്നേ. ഹലോ. അപ്പോൾ ഞാൻ പറയാ, നമ്മൾ കച്ചവടത്തിൽ വെറും ലാഭം എന്നുള്ള രീതിയിൽ കച്ചവടത്തിനൊക്കെ പഴയ കച്ചവടമാണ്. ഇന്നത്തെ ഒരുപാട് ആൾക്കാരെല്ലാം മാറിയപ്പോൾ ഇപ്പോൾ റെഡിമെയ്ഡായാലും എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് വന്നാൽ അത്യാവശ്യം മാറ്റിത്തരുന്ന റെഡിമെയ്ഡായാലും എനിക്കറിയാം കേട്ടോ. കാരണം എന്തെങ്കിലും സ്റ്റിച്ചിന് കംപ്ലൈൻറ്റോ മറ്റെല്ലാം അതുപോലെ എല്ലാ ഫീൽഡിലും ആ രീതിയിൽ മാറി. കാരണം നമ്മളെ കച്ചവടം അതിൻ്റെ കൂടെ നമ്മളെ കസ്റ്റമർക്കൊരു ഉപകാരം
എല്ലാം നമ്മൾ സ്വന്തക്കാരെ പോലെ ആണല്ലോ, കസ്റ്റമറെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ മാക്സിമം അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് ഈ ഫ്രീ കൊടുക്കൽ ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നു. ഇതുപോലെ എല്ലാവരും ചെയ്താൽ നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ലെവൽ കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ അത് ജോയിൻ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി നല്ല ചെയിനാണ്. പക്ഷേ കുട്ടികളായിട്ടുണ്ട് കടിച്ചിട്ടാണ് കേട്ടോ ഇതാകെ ഒട്ടി ഒതുങ്ങിപ്പോയി, എന്നിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ അത് ജോയിൻ്റ് ആക്കുമ്പോൾ അടുത്ത സാധനം വന്നു കേട്ടോ. ഇതാ ഒരു ചെയിനാണ്, ഇത് പൊട്ടിയിട്ട് സത്യം ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. അപ്പുറത്ത് AC നിന്ന് ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ചൂടെടുത്തിട്ട് ഒരു രക്ഷയില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ വേഗത ഇതും കൂടി തീർത്താൽ നമ്മളെ പരിപാടി തീരുന്ന് വിചാരിക്കുന്നു. വലിക്കത്ത് ആക്കണം. ഈ വള കണ്ട, വളൻ്റെ ഇവിടെ ഇങ്ങനെ കീറിപ്പോയിന് ഷീറ്റ്. അപ്പോൾ ആ ഷീറ്റ് അവിടെ ഒന്ന് സ്പോട്ട് അടിച്ചിട്ട് വേണം ഇതൊന്ന് ലെവലാക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ അതൊന്ന് നോക്കട്ട്. ഈ അരുവലിൽ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് കണ്ട, ഇടയിൽ ഇങ്ങനെ പൊട്ടിയിട്ടാണുള്ളത്. അപ്പോൾ ടെമ്പറായിട്ടാണ് ഇത് പൊട്ടുന്നത്. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് ഈ അരുവലൊന്ന് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറക്കൊന്ന് കുറച്ചാലും കൂടി ഉപയോഗിക്കാൻ പറ്റുന്നതേ. അപ്പോൾ ആ രീതിയിൽ മൊത്തത്തിൽ ഇതിപ്പോൾ നിറാക്കുന്നത് നമ്മളെ കസ്റ്റമർക്ക് ഇത് നിറാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമെന്ന് അറിയില്ല. നോക്കിയാൽ ഇതിങ്ങനെ ചൂടാക്കുക. എന്നിട്ട് ഇതൊരു ആസിഡ് ഉണ്ട്, ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയും സാധനം. നോക്കിയാൽ ഇതിപ്പോൾ കറുത്തില്ലേ, ഇത് ചൂടോടെ ഞാൻ ഇതിൽ മുക്കുന്നുണ്ട്. നോക്കിയാൽ മുക്കി നോക്കിയാട്ടെ, നല്ല നിറയില്ലേ. ഇങ്ങനെയാണ് നമ്മൾ സ്വർണം കളറാക്കുക. ഇനി ഒന്ന് ലെവലായി കഴിഞ്ഞാൽ കണ്ടീഷൻ അതിൻ്റെ ഉള്ളൊരു പ്ലാസ്റ്റിക് ഇട്ടാൽ കസ്റ്റമർക്ക് ഇനി കുറച്ചാലും കൂടി ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് കാര്യം. അപ്പോൾ ഇനിയും റിപ്പയർ കുറേ ഉണ്ട്. പിന്നെ ആ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, എന്തായാലും കസ്റ്റമറെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഏതായാലും ഇവിടെ അവസാനിപ്പിക്കാൻ ഞാൻ പറയാം. എല്ലാ കച്ചവടത്തിലും നമ്മൾ ഒരു എത്തിക്സ്, നമ്മളൊരു സുഹൃത്തുണ്ട് കോഴിക്കോട് നിന്ന് കക്ഷിയുണ്ട്, ഓനം ചൊല്ലി അവൻ പറയും വൈകിട്ടാ എത്തിക്സിലാണ് നമ്മൾ ഇപ്പോൾ പണ്ടേ കച്ചവടം ചെയ്യൽ, ഇപ്പോൾ നമ്മൾ ആ എത്തിക്സ് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ നല്ല എത്തിക്സിൽ പോകുന്ന ആൾക്കാരൊക്കെ നിലനിന്ന് പോയിട്ടുണ്ട്. നമ്മളെപ്പോൾ ഒരു നിയമം ഉണ്ടാക്കണം നമ്മളെ കച്ചവടത്തിൽ. കാരണം നമ്മൾ മാക്സിമം മാക്സിമം അല്ല പൂർണ്ണമായും സത്യസന്ധമായിട്ട് കച്ചവടം ചെയ്യുക. പിന്നെ ഇതുപോലെ നമ്മളെ കസ്റ്റമർക്ക് ഗുണമാകുന്ന, അവർക്കൊരു ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതുകൂടി നമ്മൾ ചെയ്താൽ നമ്മളെ ഏത് ബിസിനസ് ആയാലും വിജയിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എല്ലാ ജ്വല്ലറിക്കാരുണ്ടല്ലോ ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. സ്റ്റാഫ് ലീവ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. നമ്മുടെ ബിസിനസ് അല്ലേ, നമ്മളെ കസ്റ്റമറല്ലേ, അവരെ മുഷിപ്പിക്കാണ്ട് മടക്കി വയ്ക്കാണ്ട് കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ശരി, നമ്മളെല്ലാവർക്കും ഓക്കെ, ബൈ.